ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹി കേരള ഹൗസിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഗവർണർ രാജേന്ദ്ര അർലേക്കറെയും കണ്ടു. മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സംസ്ഥാനത്തിന്റെ ധനനില കേന്ദ്രമന്ത്രിയെ അറിയിക്കുന്ന അസാധാരണ സന്ദർഭം. എന്താണ് കേരളം നേരിടുന്ന ആ വെല്ലുവിളി? ഫെബ്രുവരി വരെയുള്ള മുഴുവൻ കണക്കുകളും ഇതാ പ്രേക്ഷകർക്ക് മുന്നിൽ ന്യൂസ് മലയാളം അവതരിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ നികുതി വരുമാനം കുറഞ്ഞു. നികുതിയിൽ GST എത്ര? പെട്രോൾ ഡീസൽ നികുതിയും മദ്യവരുമാനവും എത്ര? ശമ്പളവും പെൻഷനും പലിശയും ക്രമാതീതമായി കൂടിയോ? ഈ വർഷം എത്ര രൂപയ്ക്ക് കടമെടുത്തു? പണമില്ലാത്തതിനാൽ നിർമ്മാണ പ്രവർത്തികൾ കുറച്ചിട്ടുണ്ടോ? ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുമായി സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. കേരളത്തിന് വരവെത്ര, കടമെത്ര? ആദ്യം വരവിന്റെ കൃത്യം കണക്കുകളിലേക്ക് നമുക്ക് പോകാം. നികുതി വരുമാനം കൂടിയോ? മുൻ വർഷത്തേക്കാൾ നികുതി വരുമാനം കൂടിയിട്ടുണ്ട്. മുൻ വർഷം അതായത് ഫെബ്രുവരി വരെ ലഭിച്ച ആകെ നികുതി 85,578 കോടി 62 ലക്ഷം രൂപയായിരുന്നു. ഇത്തവണ 6 കോടി വർധനവോടെ 91,299 കോടി 56 ലക്ഷം രൂപയായി. പക്ഷേ ഈ ഫെബ്രുവരി നോക്കുക, ആകെ നികുതിയായി കിട്ടിയത് 7,674 കോടി 28 ലക്ഷം രൂപ മാത്രമാണ്. കഴിഞ്ഞ മാസമായ ജനുവരിയിൽ കിട്ടിയ 11,061 കോടി 7 ലക്ഷത്തേക്കാൾ 3,386 കോടി കുറവ്. ഫെബ്രുവരിയിൽ സാധാരണ കച്ചവടം കുറവുള്ളതാണോ എന്നറിയാൻ നമ്മൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ കണക്ക് കൂടി നോക്കാം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 10,386 കോടി 5 ലക്ഷമായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ മാസത്തേക്കാൾ കുറവ് 2,712 കോടി രൂപ. ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ രാജ്യം മുഴുവൻ നികുതി വരുമാനം കുറഞ്ഞു എന്നാണ് ഉത്തരം. വിൽപ്പനയില് രാജ്യമെങ്ങുമുള്ള മാന്ദ്യം കേരളത്തിലും പ്രതിഫലിച്ചു. അപ്പോൾ ഓരോ ഇനത്തിലും ഇതുവരെ എത്ര ലഭിച്ചു? GST വരുമാനം ബജറ്റിൽ ലക്ഷ്യമിട്ടത് 42,307 കോടി രൂപ. ഫെബ്രുവരി വരെ ലഭിച്ചത് 36,564 കോടി. 6,000 കോടിയുടെ അടുത്തുണ്ട് ഈ കുറവ്. എന്നാൽ മാർച്ചിലെ വരുമാനം കൂടി ചേരുമ്പോൾ ഈ വിടവ് നികക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും പ്രതീക്ഷിച്ചത് 6,661 കോടി. ഫെബ്രുവരി വരെ 5,500 കോടി. ഭൂനികുതി ലക്ഷ്യമിട്ടത് 841 കോടി രൂപ. കിട്ടിയത് 581 കോടി 84 ലക്ഷം. വിൽപ്പന നികുതിയിൽ പ്രധാനമായും പെട്രോൾ ഡീസൽ വരുമാനമാണ്. 30,267 കോടി ലക്ഷ്യമിട്ടു. 24,132 കോടി ലഭിച്ചു. സംസ്ഥാന എക്സൈസ് നികുതി 3,107 കോടി ലക്ഷ്യമിട്ടു. ലഭിച്ചത് 2,361 കോടിയും. കേരളം മദ്യവരുമാനം കൊണ്ടാണ് കഞ്ഞി കുടിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്, കേൾക്കാറുമുണ്ട്. ബിവറേജസിലെ ക്യൂ കണ്ട് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് നമുക്കിടയിൽ. പക്ഷേ നമ്മുടെ ഫെബ്രുവരി വരെയുള്ള മൊത്തം നികുതി വരുമാനത്തിന് 2.5% മാത്രമാണ് ഈ മദ്യത്തിൽ നിന്നും ലഭിച്ചത് എന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും മറക്കാതിരിക്കാം. കേന്ദ്ര നികുതിയിൽ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതമുണ്ട്. അത് നിയമപരമായ തുകയാണ്. ആ തുക 17,426 കോടി ബജറ്റിൽ ലക്ഷ്യമിട്ടു. ഇതുവരെ കിട്ടിയത് 15,753 കോടി രൂപയാണ്. കേന്ദ്രം തരുന്നത് കൊണ്ടാണ് കാര്യം നടക്കുന്നത് എന്ന് പറയുന്നവരൊക്കെ ഒന്ന് നോക്കണം. മൊത്തം നികുതി വരുമാനത്തിന്റെ 17% മാത്രമാണ് കേന്ദ്രം പിരിക്കുന്ന നികുതിയിൽ നിന്നും ലഭിക്കുന്നത്. ബാക്കി ഇവിടെ നയിച്ചുണ്ടാക്കുന്നതാണ്. എന്തിന് ധനമന്ത്രിയെ കണ്ടു എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് ഇനി സ്പോട്ട്ലൈറ്റ് പോകുന്നത്. കേരളത്തെ പ്രതിസന്ധിയിലാക്കിയത് കടമെടുപ്പ് പരിധി ഉയർത്താത്തത് മാത്രമല്ല, കേന്ദ്രത്തിന്റെ ഗ്രാന്റ് കുറഞ്ഞതുകൂടിയാണ്. ഈ ഫെബ്രുവരിയിൽ കേന്ദ്ര ഗ്രാന്റായി ലഭിച്ചത് 122 കോടി 20 ലക്ഷം രൂപ മാത്രമാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കിട്ടിയത് 1,545 കോടി 74 ലക്ഷം രൂപ. ഈ വർഷം ഫെബ്രുവരി വരെ ആകെ കിട്ടിയത് 5,354 കോടി 60 ലക്ഷം രൂപ. കഴിഞ്ഞ വർഷം ഇതേ സമയം വരെ 8,688 കോടി രൂപ ലഭിച്ചിരുന്നു. കേന്ദ്ര ഗ്രാന്റിൽ 3,000 കോടി രൂപയുടെ കുറവ് സംസ്ഥാനത്തിന് വലിയ ആഘാതം തന്നെയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്രം 2,752 കോടി കൂടി ഗ്രാന്റ് നൽകിയിരുന്നു.
ഈ വർഷം കിട്ടിയതിന്റെ ഇരട്ടിയാണ് കഴിഞ്ഞ വർഷത്തെ ആകെ ഗ്രാന്റ്. മുഖ്യമന്ത്രി ഈ വസ്തുത മാത്രമാകില്ല മുന്നോട്ട് വച്ചത്, കടമെടുപ്പ് പരിധിയും പ്രശ്നമാണ്. നമ്മൾ ബജറ്റിൽ ലക്ഷ്യമിട്ടത് 44,546 കോടി രൂപ ഈ വർഷം കടമെടുക്കാനാണ്. അതിൽ ഇതുവരെ എത്ര എടുത്തു? ഫെബ്രുവരിയിൽ കേരളം 5,709 കോടി 41 ലക്ഷം രൂപ കടമെടുത്തു. ഇതോടെ ഈ വർഷത്തെ കടം 41,414 കോടി 22 ലക്ഷം രൂപയായി. മാർച്ചിൽ വലിയ തോതിൽ ചെലവുകളൊക്കെ ഉള്ളതാണ്. നമ്മൾ ലക്ഷ്യമിട്ടതിലേക്ക് എത്താൻ 3000 കോടി രൂപ കൂടി മതിയാകും. അതിൽ കൂടുതൽ കടമെടുത്താൽ മാത്രമേ മാർച്ചിലെ ബില്ലുകൾ പാസ്സാക്കാൻ കഴിയൂ. അതിന് കൂടിയുള്ള അനുമതിക്കാണ് മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് ധനമന്ത്രിയെ കണ്ടത്. പലിശയായി 22,876 കോടി, ശമ്പളമായി 38,013 കോടി, പെൻഷന് വേണ്ടി 25,850 കോടി, ഇങ്ങനെയാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇതൊക്കെ മുൻ വർഷത്തെ കണക്കുമായി വലിയ അന്തരമുള്ളവയല്ല. അതുപോലെ ആസ്തി വികസനം അഥവാ മൂലധന ചെലവ് 12,207 കോടി രൂപയും നടത്തിയിട്ടുണ്ട്. പദ്ധതികൾ ഒരുപാട് വെട്ടിക്കുറച്ചിട്ടും മുൻ വർഷത്തേക്കാൾ 2,000 കോടി രൂപ അധികം ചെലവാക്കിയിട്ടുണ്ട്. ഈ മാർച്ചില് മൂലധന ചെലവായി 3,500 കോടി കൂടി ചെലവഴിച്ചാൽ മാത്രമേ ബജറ്റിൽ ലക്ഷ്യമിട്ടിരുന്ന 15,679 കോടിയിലേക്ക് തുകയെത്തുകയുള്ളൂ. ഇതിന് കൂടിയുള്ള പണം കണ്ടെത്തണം എന്നതാണ് മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിക്കാഴ്ചയുടെ കാരണം. ആ കൂടിക്കാഴ്ചയിൽ ഗവർണർ കൂടി പങ്കെടുത്തു എന്നതാണ് അസാധാരണമായ സംഗതി. ശരിക്കും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള പാലമാകേണ്ടതാണ് ഗവർണർമാർ. സംസ്ഥാനത്തെ ശിക്ഷിക്കുക മാത്രമാണ് ഗവർണർമാരുടെ ജോലി എന്ന പ്രതിച്ഛായയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയത്. രാജേന്ദ്ര അർലേക്കർ ഇതുവരെയുള്ള നടപടികളിലൂടെ അതിന് വിരുദ്ധമായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് ഭരണ സംവിധാനം പ്രവർത്തിക്കേണ്ടത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.